പലരും ഇങ്ങനെ ചുമ കൊണ്ട് ബുദ്ധിമുട്ടുകയാണല്ലേ. ഈ വിട്ടുമാറാത്ത ചുമ, അതിനിടയിൽ ശബ്ദം പോകുന്ന അവസ്ഥ, അങ്ങനെ പലരും ഇത്തരം ബുദ്ധിമുട്ടുകൾ പങ്കുവെക്കുന്നുണ്ട്. എന്താണ് ഇതിന് പിന്നിൽ? വിട്ടുമാറാത്ത ചുമയ്ക്ക് പിന്നിൽ വൈറസുകളാണ് കേട്ടോ. സംസ്ഥാനത്ത് ചുമയിലൂടെ ഈ വൈറസുകൾ പടരുന്നുമുണ്ട്. ശരീരത്തിൽ ഇതാ 3 മുതൽ 4 ആഴ്ച വരെ നിലനിൽക്കുന്ന വൈറസുകൾ ശ്വാസകോശത്തിൽ അണുബാധയുണ്ടാക്കുന്നുണ്ട്. ചിലരിൽ ഒറ്റ ദിവസം കൊണ്ട് ശബ്ദം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. കോവിഡിന് സമാനമായാണ് ഈ വൈറസ് പടരുന്നതും. ആസ്മ, അലർജി തുടങ്ങിയ അസുഖങ്ങളുള്ളവരിൽ ഇത് ഗുരുതരമായേക്കാം എന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പൾമണറി വിഭാഗം മേധാവി ഡോക്ടർ എ ഫത്താഹുദ്ദീൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഒരു ചെറിയ ജലദോഷം പോലെ വരുന്നു, തൊണ്ടവേദന, അത് കഴിഞ്ഞ് വലിയ പനിയില്ല, ഒരു ദിവസമെല്ലാം ചെറുതായിട്ടൊന്ന് പനിച്ചിട്ട് പിന്നെ ചുമ തുടങ്ങുകയാണ്. ആദ്യമൊക്കെ ഒരു ഡ്രൈ കോഫ്, കുറേ 2-3 ആഴ്ച ഇങ്ങനെ നിൽക്കുന്നു. ഇത് ബേസിക്കലി ഒരു വൈറസാണ്. നമ്മൾ സാധാരണ കോവിഡ് പകരുന്ന പോലെ തന്നെ സംസാരിക്കുന്നവരുടെ കൂടെയും തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും അടുത്തിടപഴകുമ്പോഴും ഒക്കെയാണ് വരുന്നത്. ഹൈ ഫീവർ, സിവിയർ മസിൽ പെയിൻ, ത്രോട്ട് പെയിൻ, ഭയങ്കരമായ ക്ഷീണം, പിന്നെ ചുമ ആയിട്ട് വരും. അത് കറക്റ്റ് സമയത്ത് ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിന് വൈറസ് മെഡിക്കേഷൻ അവൈലബിൾ ആണ്. ഇൻഫ്ലുവൻസ ആയിരിക്കും, H1N1-നും. MG പ്രതീഷാണ് ചേരുന്നത്. പ്രതീഷ്, അപ്പോൾ ഈ ശബ്ദം പോകുന്നതിനൊക്കെ പിന്നിൽ എന്താണ് എന്നെല്ലാവരും ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. അത് വൈറസുകളാണ് പ്രധാന പ്രശ്നക്കാർ എന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെ ജാഗ്രതയാണ് വേണ്ടത്? അതായിരിക്കും ഒരുപക്ഷെ പ്രേക്ഷകർക്ക് കൂടുതലായി അറിയേണ്ടതും. വിനീത, കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എടുത്താൽ 5 പേരിൽ 3 പേർക്കും വലിയ ചുമയുള്ളവരായിരിക്കും, ചുമ ബാധിതരായിരിക്കും. അത്തരത്തിലൊരു ആരോഗ്യ അന്തരീക്ഷമാണ് നിലവിൽ കേരളത്തിലുള്ളത്. ആദ്യഘട്ടത്തിൽ ചെറിയ പനിയായി തുടങ്ങി പിന്നീട് വിട്ടുമാറാത്ത ചുമയാണ്. ഇതിന് പിന്നിൽ വൈറസുകൾ എന്നതാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. 3 വൈറസുകളാണ് ഇത്തരത്തിൽ അണുബാധയുണ്ടാക്കുന്നത് എന്നുള്ള നിഗമനത്തിലാണ് ആരോഗ്യ വിദഗ്ധർ എത്തിയിരിക്കുന്നത്. പക്ഷേ അത് ഏതുതരം വൈറസ് ആണ് എന്ന കാര്യം ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിട്ടില്ല. പക്ഷേ H1N1-നും ഇൻഫ്ലുവൻസ രോഗത്തിനും സമാനമായ വൈറസുകളാണ് ഈ വായുവിലൂടെ പകരുന്നത്. ഈ വൈറസ് ശരീരത്തിനുള്ളിൽ പ്രവേശിച്ചാൽ 3 മുതൽ 4 ആഴ്ച വരെ ശരീരത്ത് നിലനിൽക്കും. ആ വൈറസ് കടുത്ത ചുമയാണ് ഇത് പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ടായി അനുഭവപ്പെടുന്നത്. ചിലർക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ശബ്ദം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാം. പക്ഷേ ചിലർക്ക് വിട്ടുമാറാത്ത ചുമയായി അത് തുടരുകയും ചെയ്യും. പ്രധാനമായും വായുവിലൂടെ ഈ രോഗം പകരുന്നു. കോവിഡിന് സമാനമായി വലിയ രോഗവ്യാപന തോത് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേക ജാഗ്രത ഇക്കാര്യത്തിൽ വേണം എന്നതാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്.